വന്ദനം വന്ദനം. ഞാനും നിങ്ങളുമൊക്കെ ആരാധനയേക്കാൾ സിനിമയും സീരിയലുമൊക്കെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥ പറയാനുണ്ടാവും. അവയ്ക്കെല്ലാം കുടുംബങ്ങളിൽ നിന്നാണല്ലോ കഥ പിറവിയെടുക്കുന്നത്. കുടുംബ ബന്ധങ്ങളെ നേർക്കാഴ്ചയിലേക്ക് നയിക്കുന്ന ചിത്രങ്ങൾ ആരും എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട്. കുടുംബമാണ് എല്ലാത്തിന്റെയും അടിത്തറ. കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, നാട് നന്നാവും, ഈ ലോകം തന്നെ നന്നായി എന്നർത്ഥം. ഈ കുടുംബ ബന്ധങ്ങളെ മനോഹരമാക്കാൻ, ചിട്ടയും ക്രമവുമുള്ളതാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശ്രമിച്ച ഒരു കർമ്മയോഗി നമുക്കുണ്ട്. അതെ, അദ്ദേഹമാണ് 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനകരയിൽ ജനിച്ച വിശുദ്ധ ചാവറയച്ചൻ. ഇന്ന് ലോകം കൈകൂപ്പുന്ന വിശുദ്ധ ചാവറ പിതാവ്. കൈനകരയും കോരൻമകനും വഴിക്കുള്ള ആ പുണ്യാത്മാവിന്റെ ജീവിതം കുടുംബങ്ങളെ തിരു കുടുംബങ്ങളായി മാറ്റാനുള്ളതായിരുന്നു. കുടുംബങ്ങളിൽ ചാരിത വരുന്നവയായിരുന്നു അച്ഛന്റെ ചാവരുൾ. ഒരു കുഞ്ഞു പിറന്നാൽ അതിനെ തിരു കുടുംബത്തിന് സമർപ്പിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമിത ലാളനവും അമിത ശിക്ഷണവും കുട്ടികൾക്ക് ആവശ്യമില്ല. നല്ല കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ സുതാര്യവും ശിക്ഷണവും ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാലേ നീതിയും സമാധാനവുമുള്ള സമൂഹം രൂപപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ചാവറയച്ചനെ ഉത്തമ കുടുംബ പ്രേക്ഷിതനാക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുകയും വേണമെന്ന് ചാവറയച്ചൻ പറഞ്ഞു വെച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, മത്സരശാലകൾ, അഗതി മന്ദിരങ്ങൾ, സന്യാസ സഭകൾ, പാവങ്ങൾക്ക് പിടിയേരി ഉച്ചകഞ്ഞി ഇവയെല്ലാം അച്ഛൻ നടപ്പിലാക്കിയത് കുടുംബങ്ങളുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. കുടുംബ പ്രേക്ഷകനായ തിരു കുടുംബത്തിന്റെ നാമം സ്വീകരിച്ച് ചാവറയച്ചൻ സന്യാസ സമൂഹത്തെ ഒരു കുടുംബമായാണ് കണ്ടത്. ലോകം മുഴുവനും ഒരു കുടുംബമാകുന്ന വിശാലമായ കുടുംബ ദർശനമായിരുന്നു പിതാവിൻ്റെത്. കുടുംബ നവീകരണമായിരുന്നു ചാവറയച്ചൻ ഏറ്റെടുത്ത പ്രധാന ദൗത്യം. ചാവറയച്ചൻ പറഞ്ഞു വെച്ച കുടുംബ ദർശനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആധുനിക കുടുംബങ്ങളെ നോക്കിയാലോ? ഒരു കുഞ്ഞു പിറന്നാൽ അതിന് എടുക്കാറില്ലാത്ത ഫോൺ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവരവരുടെ കാര്യം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന തലമുറ. സന്ധ്യാപ്രാർത്ഥനകൾക്ക് നേരമില്ലാതായി. പരമ്പരകളുടെ ഇടവേളയിൽ മുഴുവൻ വന്നു ചെല്ലാൻ സമയമില്ലാതെ ഇല്ലാത്തതിനാൽ കടമെടുക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവുമെന്ന് പുതുതലമുറ ചിന്തിക്കുന്നു. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ മക്കളുടെ കൂട്ടുകാരിയെ നോക്കിയാലോ? താടിയും മുടിയും നീട്ടി വളർത്തി ലഹരിയും മയക്കുമരുന്നുമായി ബൈക്കിലൂടെ ചീറിപ്പായുന്നവർ. അടുക്കവും മുതുക്കവും ഇല്ലാത്ത വേഷവിധാനങ്ങൾ. ലോകം പാടെ മാറി. മിക്ക കുടുംബങ്ങളും ധാരാളത്വത്തിന്റെ വക്കീലാണ്. പിന്നീട് കടവും പ്രശ്നങ്ങളും. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോൾ സ്വയം തിരിച്ചറിവുകൾ നടത്താൻ ചാവറയച്ചന്റെ കുടുംബ ദർശനങ്ങൾ സഹായമാകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അപ്പോസ്തലിക പ്രവർത്തനം പ്രാർത്ഥനയാണെന്ന് ചാവറയച്ചൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയെ സ്വർഗമാക്കാനുള്ള ചാവറ മന്ത്രം ഇതാണ്: സുരക്ഷനായ പിതാവിന്റെ യഥാർത്ഥ മക്കളാകുക, സ്നേഹ കൂട്ടായ്മയുടെ മാനവ കുടുംബം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാലത്തിനും ദേശത്തിനും അതീതമായി മലമുള്ള നഗരം പോലെ പിടത്തിൽ വെച്ച ദീപം പോലെ ജ്വലിക്കുന്ന ചാവറ എന്നത് ഒരു വ്യക്തിയുടെ മാത്രം നാമമല്ല, മറിച്ച് നാം ഓരോരുത്തരുടെയും നാമമായിരിക്കണം. ഫ്രാൻസിസ് ചാവറയച്ചനെ ഓർമ്മിക്കാൻ ആഗ്രഹിച്ചത് ഒരു നല്ല അപ്പന്റെ ചാവറൽ എന്ന കുടുംബ ദർശനത്തിലൂടെ മാത്രമായിരുന്നു. ഒരു മനഃശാസ്ത്രജ്ഞന്റെയും ഒരു ആത്മീയ പിതാവിന്റെയും അനുഭവത്തോടു കൂടി ചാവറയച്ചൻ കുറിച്ചു വെച്ച കുടുംബ ദർശനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വഴികാട്ടിയും വഴി വിളക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.